എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ റവന്യൂ വകുപ്പ് നൽകി വരുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് എന്താണ് സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് അഥവാ സാക്ഷ്യപത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി, ഒരു വിഷയത്തെപ്പറ്റി അന്വേഷിച്ച് ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ നൽകുന്ന സാക്ഷ്യപ്പെടുത്തലുകളാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ വകുപ്പ് ഇന്ന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആരാണ് നൽകുന്നത്? സർട്ടിഫിക്കറ്റ് നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഇപ്പോൾ റവന്യൂ വകുപ്പിൽ സാധാരണയായിട്ട് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറാണ്. എന്നാൽ വില്ലേജ് ഓഫീസർക്ക് നൽകാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റുകളുണ്ട്. വില്ലേജ് ഓഫീസർക്ക് നൽകാൻ പറ്റാത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസർക്ക് നൽകാൻ കഴിയില്ല. പകരം അത് നൽകുന്നത് തഹസീൽദാരാണ്. പിന്നെ തഹസീൽദാരും മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥർ. അവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസർക്ക് നൽകാൻ പറ്റാത്ത മറ്റൊരു സർട്ടിഫിക്കറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ. അതൊരിക്കലും വില്ലേജ് ഓഫീസർ നൽകില്ല. പകരം തഹസീൽദാരാണ് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ പഠനാവശ്യത്തിനോ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നൽകുന്നത് തഹസീൽദാരാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യവും പിന്നെ സംസ്ഥാനത്തിനകത്തെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അതൊരിക്കലും വില്ലേജ് ഓഫീസർ നൽകില്ല. പകരം നൽകുന്നത് തഹസീൽദാരാണ്. അപ്പോൾ ഏത് തന്നെയായാലും ഏത് സർട്ടിഫിക്കറ്റിനകത്തും അന്വേഷണം നടത്തി സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. ഇനി ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം, ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണമെന്നുള്ളതാണ്. അത് എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും അല്ല, ഞാനത് പറയാം. അപ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ത്യൻ പൗരൻ അല്ലാത്തവർക്കും സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. അത്തരം സർട്ടിഫിക്കറ്റുകളെന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളാണ്. ലാൻഡിനുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും ഇന്ത്യൻ പൗരന് മാത്രമേ അപേക്ഷ നൽകാവൂ എന്ന വ്യവസ്ഥയില്ല. പകരം വിദേശീയർ, അതായത് ഫോറിനേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഏത് വില്ലേജിലാണോ അല്ലെങ്കിൽ ഏത് താലൂക്കിൻ്റെ പരിധിയിലാണോ ആ ഭൂമി ഉള്ളത് ആ വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ തഹസീൽദാർക്കോ മുമ്പാകെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. രണ്ടാമത്, അപ്പോൾ ഒന്നാമത്തെ കേസ് പറഞ്ഞു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് അയാൾ പ്രായപൂർത്തിയായ ആളായിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സ് ആണ് നമ്മളിപ്പോൾ പ്രായപൂർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അത് കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിക്കുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. എന്തായാലും പ്രായപൂർത്തിയായ ഒരാൾക്ക് മാത്രമേ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത ആൾക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? അത്തരം സാഹചര്യത്തിൽ രക്ഷിതാക്കളോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ അവർക്ക് അപേക്ഷിക്കാം. അവരെ അപേക്ഷിക്കുമ്പോൾ ആർക്കാണോ ആവശ്യം അവരുടെ പേര് എഴുതുകയും അപേക്ഷിക്കുന്ന ആളിൻ്റെ ഒപ്പും പേരും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതാണ് വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കും അല്ലെങ്കിൽ ലഭിക്കും എന്നുണ്ടെങ്കിലും എല്ലാ വില്ലേജിലും പോയി അപേക്ഷിക്കാൻ പറ്റില്ല. പകരം നമ്മൾ താമസിക്കുന്ന വില്ലേജിൽ മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈ താമസിക്കുക അല്ലെങ്കിൽ സ്ഥിരതാമസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി കുറഞ്ഞത് 6 മാസമെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നത് എന്ന ഗണത്തിൽ നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റൊരു സംശയം നിങ്ങൾക്കുണ്ടാകാവുന്നത് ഒരു ജോലിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ഒരു സ്ഥലത്തോട്ട് മാറി താമസിക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് കണ്ണൂർ ഉള്ള ഒരു കുട്ടി അതിൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 6 മാസത്തിൽ കൂടുതൽ താമസിക്കുന്നെന്ന് വെച്ചു.
പക്ഷേ അയാളുടെ വില്ലേജ് മാറുന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠന ആവശ്യത്തിനോ ജോലിയുടെ ആവശ്യത്തിനോ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ അത് താൽക്കാലിക താമസ സ്ഥലമായിട്ട് പരിഗണിച്ച് അയാളുടെ സ്ഥിര താമസ സ്ഥലം കണ്ണൂർ, ഞാൻ ഇപ്പോൾ കണ്ണൂരിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടാണ്, കണ്ണൂർ തന്നെയായിരിക്കും അയാളുടെ സ്ഥിര താമസമായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് കണ്ണൂരാണ്, പക്ഷേ നമുക്കൊരു ഭൂമിയുണ്ട് തിരുവനന്തപുരത്ത് എങ്കിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് തിരുവനന്തപുരം ആ ഭൂമിയുള്ള പരിധിയിലെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ തഹസീൽദാർക്ക് മുമ്പാകെയാണ് അപേക്ഷ നൽകേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഭൂമി സംബന്ധമായ സാക്ഷ്യപത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാത് വില്ലേജിൻ്റെ അല്ലെങ്കിൽ താലൂക്കിൻ്റെ പരിധിയിലാണ് അപേക്ഷ നൽകേണ്ടത്. മറ്റേത് നമ്മൾ സ്ഥിരതാമസമായിട്ടുള്ള സ്ഥലങ്ങളിൽ 2 രീതിയിൽ അപേക്ഷിക്കാം. ഒന്നെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നൽകാം. ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നതാണ്. ഇ-ഡിസ്ട്രിക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഓൺലൈൻ പോർട്ടലിൽ നമുക്ക് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് മറ്റാരുടെയും സഹായമൊന്നും കൂടാതെ അതിനൊരു മൊബൈൽ ആപ്പും ഇന്ന് നിലവിലുണ്ട്, എം-കേരള ആപ്പ് എന്നും. ഇതുവഴി നമുക്ക് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാവുന്നതാണ്. പിന്നെ വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ നേരിട്ടും കൊണ്ടുപോയി കൊടുക്കാം. പക്ഷേ പരമാവധി റവന്യൂ ഓഫീസേഴ്സ് ഇന്ന് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് മെത്തേഡാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ആദ്യം അപേക്ഷിക്കുന്ന ആൾക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതാണ്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. അതിൽ ഒന്നാമതായിട്ട് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. എന്താണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി ഒരാൾക്ക് ഏതെങ്കിലും ഒരു ടൈറ്റിൽ പ്രകാരം ലഭ്യമായിട്ടുള്ള ഒരു ആധാരത്തിൻ്റെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഭൂമിയിന്മേൽ ഒരു അവകാശം സിദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരക്കാർക്ക് അയാളുടെ കൈവശത്തിലാണ്, അതായത് നിരാക്ഷേപകരമായ കൈവശം എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ല, മറ്റ് തർക്കങ്ങളൊന്നും ഇല്ലാത്ത അയാളുടെ മാത്രമുള്ള ഒരു കൈവശം അല്ലെങ്കിൽ ഒരു കൂട്ടായ 1-2 പേരുടെ പേർക്കുള്ളൊരു കൈവശമാണെന്നുണ്ടെങ്കിൽ ആ കൈവശം രേഖപ്പെടുത്തി നൽകുന്ന സാക്ഷ്യപത്രത്തെയാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾക്ക് പലരും ഉപയോഗിക്കാറുണ്ട്. കൂടുതലായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മളിതിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് എങ്ങനെയാണ് ഈ കൈവശം കിട്ടിയതെന്നുള്ള ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ട് അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ്. 2, ഏറ്റവും ഒടുവിലായി കരം അടച്ച രസീത്. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ കരം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായി നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ വില്ലേജിൽ പോകാതെ തന്നെ നമുക്ക് കരം അടയ്ക്കാൻ പറ്റും. ഓൺലൈനായിട്ട് റവന്യൂവിൻ്റെ 1655 വില്ലേജുകളിലെയും കരം ഇപ്പോൾ ഇന്ന് ഓൺലൈനായിട്ട് അടയ്ക്കാം. അപ്പോൾ ഒരു 10 വില്ലേജ് മാത്രമാണ് ഓൺലൈൻ ഫെസിലിറ്റിയിലേക്ക് ആകാത്തത്. അപ്പോൾ അവരും ഉടനെ തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും വില്ലേജുകളിൽ നമുക്ക് ഓൺലൈനായിട്ട് കരമടച്ച് ആ കരമടച്ച രസീതും ആധാരത്തിൻ്റെ പകർപ്പും സഹിതം നമുക്ക് ഈ ഇ-ഡിസ്ട്രിക്റ്റ് പോർട്ടലിൽ കൂടെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ അപേക്ഷ നൽകി 7 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നിങ്ങളുടെ സംശയങ്ങളായിട്ട് വരാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അതും കൂടി അങ്ങ് പറഞ്ഞു പോകുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ അതിൻ്റെ മൊത്തം കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. ഒരു ഭൂമിക്ക് എത്ര കൈവശം വേണമെങ്കിലും അപേക്ഷ നൽകാം. ചില സ്ഥലങ്ങളിൽ അതിന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു ഭൂമിക്ക് എത്ര കൈവശം വേണമെങ്കിലും നമുക്ക് നൽകാം. അതിലങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും ഇല്ല. അപ്പോൾ അപേക്ഷിച്ച് 7 ദിവസത്തിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓരോ സർട്ടിഫിക്കറ്റും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന ബാങ്കിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അടുത്ത മറ്റൊരു സർട്ടിഫിക്കറ്റാണ്, ഇതേപോലത്തെ ഒരു സർട്ടിഫിക്കറ്റാണ് കൈവശാവകാശ ജപ്തിരഹിത സാക്ഷ്യപത്രം, പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈറ്റിൽ പ്രകാരം തർക്കമില്ലാത്ത ഒരു കൈവശം എന്ന് പറയുമ്പോൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് യോഗ്യമായിട്ടുള്ളൊരു ഭൂമി, അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകാം, ഒരു ഭൂമിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകാം.
അത്തരം ഭൂമിക്ക് ബാധ്യതകളൊന്നുമില്ല എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൈവശാവകാശ ജപ്തിരഹിത സാക്ഷ്യപത്രം, പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അതായത് ജപ്തിയൊന്നുമില്ല എന്നുള്ളത്. ജപ്തിയില്ലെന്ന് പറഞ്ഞാൽ റവന്യൂ റിക്കവറി, മറ്റ് ജപ്തി സംവിധാനങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഭൂമിയാണ് ഇത് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകുന്നതാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അപേക്ഷിക്കുമ്പോൾ ടൈറ്റിൽ വേണം, അതായത് ഡോക്യുമെൻ്റ് വേണം, ആധാരം വേണം, കൂടെ കരമടച്ച രസീത് വേണം, കൂടാതെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന അത് കൂടെ ഉൾപ്പെടുത്തി വേണം അപേക്ഷിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് അപേക്ഷിച്ച് 7 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാം ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. വളരെ സിമ്പിളാണ് അതുവഴി. അത് ഞാൻ എങ്ങനെയാണെന്നുള്ള അവസാനം ഞാൻ ഒരു ഡെമോ കാണിച്ചു തരാം. അടുത്തതായിട്ട് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റാണ്. എന്താണ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചാൽ, ഈ കൈവശമുള്ള ഭൂമിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അത്തരം സർട്ടിഫിക്കറ്റ് ഉള്ള ഭൂമിക്ക് മാത്രമേ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരം ഭൂമിക്ക് മാത്രമേ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ബാങ്ക് ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. മറ്റാവശ്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു ബാങ്കിൽ നമ്മുടെ ഭൂമി, ആ ഭൂമിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. വഴികൾ പറയും. അതായത് ജംഗ്ഷനിൽ നിന്ന് ഇത്ര ഇന്ന, അതല്ലെങ്കിൽ ഇന്ന ഇതിൻ്റെ സമീപത്ത് അതിർത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും നമ്മൾ ഡോക്യുമെൻ്റ് ഹാജരാക്കണം അപേക്ഷയോടൊപ്പം. കരമടച്ച രസീത് വേണം. അപേക്ഷിച്ചാൽ ഒരു 5 ദിവസത്തിനകം ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. 5 ദിവസത്തിനകത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ലൊക്കേഷൻ മാപ്പ്. അപ്പോൾ എന്താണ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഭൂമി എവിടെ കിടക്കുന്നു, ആ കിടക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന, സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്. അയാൾക്ക് ആ ഭൂമിയിലേക്ക് വന്ന അവകാശങ്ങളെ പറ്റി ആ ഡോക്യുമെൻ്റ് നമ്പർ എല്ലാം ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിൽ കാണും. അതിർത്തികൾ കാണും, അടയാളങ്ങൾ എല്ലാം എഴുതി കൊടുക്കും. ഇതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റാണ് ലൊക്കേഷൻ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ മാപ്പ്. നമുക്കൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി കാണിച്ചു തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ലൊക്കേഷൻ മാപ്പ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ മാപ്പ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിനകത്തൊക്കെ ഒരു വഴി ഒരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് ഗൂഗിൾ മാപ്പിൽ ഒരു പടം വരച്ച രൂപത്തിൽ കാണിക്കും. അതേപോലെ വില്ലേജിൽ നിന്നും പടം വരച്ച്, അതായത് നമ്മുടെ വസ്തുവിലേക്ക് ഒരു ജംഗ്ഷനിൽ നിന്നുമുള്ള വഴി വരച്ച് കാണിച്ച് അതിന് അടയാളങ്ങളും അതിർത്തികളും എല്ലാം എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലൊക്കേഷൻ മാപ്പ് എന്ന് പറയുന്നത്. ഈ ലൊക്കേഷൻ മാപ്പിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചപ്പോൾ നൽകിയ ഡോക്യുമെൻറ്റുകൾ ഈ അപേക്ഷയോടൊപ്പം നൽകുകയും വേണം. പ്രത്യേക ആവശ്യത്തിന്, അതായത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ആജീവനാന്ത സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഭൂമിയുടെ വില നിർണ്ണയ സർട്ടിഫിക്കറ്റ്, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു കൈവശപ്രകാരം ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിക്ക് എന്ത് വില വരും, ആ ഭൂമി വെച്ചിട്ട് അത് ചില ആൾക്കാർക്ക് ഈ ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ട് വരും. അത്തരം സർട്ടിഫിക്കറ്റാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതാണ് ഭൂമിയുടെ വില നിർണ്ണയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഭൂമിയുടെ വില വില്ലേജ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ തഹസീൽദാരോ താലൂക്ക് ഓഫീസിൽ നിന്നും നിശ്ചയിച്ച് നമുക്ക് തരും. അത്തരം സർട്ടിഫിക്കറ്റാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ ഹാജരാക്കേണ്ട ഒരു രേഖയെന്ന് പറയുന്നത് നമ്മുടെ ആധാരത്തിൻ്റെ പകർപ്പ്, ഈ പറഞ്ഞ കരമടച്ച രസീത്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിന് കൊടുക്കുക. ഇതിൽ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ
ഭൂമിയുടെ വിലയെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങൾ, മറ്റ് മരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില കൂടി കാണിച്ചിട്ടായിരിക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 50,000 രൂപ വരെ വിലയുള്ള കെട്ടിടങ്ങൾ മാത്രമേ വില്ലേജ് ഓഫീസർക്ക് വില നിർണ്ണയിച്ച് തരാൻ കഴിയുകയുള്ളൂ. നിയമം അതിനെ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ 50,000-ന് മുകളിലുള്ള കെട്ടിടങ്ങളുടെ വില നിർണ്ണയിച്ച് തരുന്നത് PWD അല്ലെങ്കിൽ LSTD എഞ്ചിനീയറാണ്. പഞ്ചായത്തിലൊക്കെ എഞ്ചിനീയർ ഉണ്ടാവും. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ ഒരു എഞ്ചിനീയർ ഉണ്ടാവും, അത് AE. അപ്പോൾ അവരാണ് കെട്ടിടത്തിൻ്റെ വില എത്ര, അപ്പോൾ ആ കെട്ടിടത്തിന് ഇപ്പോൾ എത്ര വിലയുണ്ട്, അതിലുള്ള ആ കൺസ്ട്രക്ഷൻ മെത്തേഡൊക്കെ നോക്കിയിട്ട് ആ കെട്ടിടത്തിൻ്റെ വില എത്രയാണെന്ന് നിശ്ചയിച്ച് തരുന്നത് അവരാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു വിലയും കൂടി വെച്ചിട്ടായിരിക്കും വില്ലേജ് ഓഫീസർ തരുന്നത്. അപ്പോൾ കൂടുതൽ വിലയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വില നിർണ്ണയ സർട്ടിഫിക്കറ്റും കൂടി അപേക്ഷയോടൊപ്പം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ താമസമില്ലാതെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയും. അപേക്ഷിച്ച് 15 ദിവസത്തിനകം ഈ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അപേക്ഷിക്കേണ്ട രേഖകൾ നേരത്തെ പറഞ്ഞ രേഖകളാണ്. അടുത്തതായിട്ട് സോൾവൻസി സർട്ടിഫിക്കറ്റ്. ഈ വില നിർണ്ണയ സർട്ടിഫിക്കറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് പോലെ തന്നെയുള്ളൊരു സർട്ടിഫിക്കറ്റാണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നേരത്തെ നമ്മൾ വില നിർണ്ണയിച്ചത് വസ്തുവിനാണെങ്കിൽ ആ വസ്തു പ്രകാരം ഒരു അപേക്ഷകന് എവിടെയൊക്കെ വസ്തു ഉണ്ടോ, അതായത് അവിടെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുവിൻ്റെ എല്ലാം വില കൂട്ടി അയാളുടെ ആസ്തി നിർണ്ണയിച്ചു കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതും കൂടുതലും ലോൺ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിനും ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കണം. കൂടാതെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ ആ തുകയിൽ നിന്ന് ആദ്യം തുക കണ്ടെത്തും, എന്നിട്ട് ഉള്ള ബാധ്യത അതിൽ നിന്ന് കുറയ്ക്കും, എന്നിട്ടാണ് ഈ സോൾവൻസി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പിന്നെ 10 ലക്ഷം വരെയുള്ള സോൾവൻസി വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. 10 ലക്ഷത്തിന് മുകളിലുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റുകളെല്ലാം തഹസീൽദാരാണ് തരുന്നത്. കൂടാതെ ഇനി 10 ലക്ഷം ആണെങ്കിൽ പോലും സംസ്ഥാനത്തിന് പുറത്തുള്ള ആവശ്യവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്കുള്ള സോൾവൻസിയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് എല്ലാം തരുന്നത് തഹസീൽദാരാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സോൾവൻസി നേരത്തെ പറഞ്ഞല്ലോ, ടൈറ്റിൽ കൊടുക്കണം, കരമടച്ച രസീത് കൊടുക്കണം, എൻകംബറൻസ് അപേക്ഷയോടൊപ്പം വയ്ക്കണം. നേരത്തെ പറഞ്ഞല്ലോ ഏതെങ്കിലും രേഖയെന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ വിലയുള്ളൊരു കെട്ടിടമുണ്ട് അതിനകത്ത് എങ്കിൽ എന്തായാലും 50,000 രൂപ കൂടുതൽ വില ഒരിക്കലും വില്ലേജ് ഓഫീസർക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ കെട്ടിടത്തിൻ്റെ വില നിർണ്ണയിച്ച ഒരു സർട്ടിഫിക്കറ്റ്, ആ കെട്ടിടത്തിൻ്റെ വില നിർണ്ണയിച്ചൊരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞു PWD എഞ്ചിനീയറോ അല്ലെങ്കിൽ LSTD എഞ്ചിനീയറോ അവർ അത് നിശ്ചയിക്കും. അതും കൂടി ഇതിനോടൊപ്പം കൊടുത്താൽ വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇതും 15 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതാണ്. കൂടാതെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടാണ് ഇതും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അടുത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. എന്താണ് നേറ്റിവിറ്റി? ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണ്, അതായത് ഞാൻ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്നു. സാധാരണഗതിയിൽ ഈ നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് മറ്റൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ബർത്ത് പ്ലേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേറ്റിവിറ്റി അതിൽ കൂടി തെളിയിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും നേറ്റിവിറ്റിക്ക് അപ്ലൈ ചെയ്യേണ്ട, പകരം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ നേറ്റിവിറ്റിക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ് കൂടുതലായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാറുള്ളത്. എങ്കിലും ഇപ്പോഴും പലരും ഈ നേറ്റിവിറ്റി വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഓടിപ്പോയി അങ്ങ് അപേക്ഷിക്കും. വില്ലേജിൽ തിരക്കാവും, കിട്ടാൻ താമസം വരും, അങ്ങനെയൊക്കെയുള്ള മറ്റ് പല സർട്ടിഫിക്കറ്റുകളും താമസം വരുന്നത് ഇത്തരത്തിലുള്ള എൻട്രൻസിനൊക്കെ നേറ്റിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ എല്ലാവരും പോയി അങ്ങ് അപ്ലൈ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി നേറ്റിവിറ്റി തെളിയിക്കാൻ പറ്റും. അതില്ലാത്തവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെ
നേരത്തെ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ജനിച്ച കാര്യം പറഞ്ഞു. ഞാൻ കേരളത്തിൽ ജനിച്ചു. ഇനി ഞാൻ കേരളത്തിലല്ല ജനിച്ചത്, എൻ്റെ അച്ഛനും അമ്മയും മലയാളികളാണ്, പക്ഷേ ഞാൻ ജനിച്ചത് മറ്റൊരു സ്ഥലത്താണ്. എങ്കിൽ എനിക്കും നേറ്റിവിറ്റി കിട്ടും. എൻ്റെ അച്ഛനും അമ്മയും ജനിച്ച് വളർന്നത് കേരളത്തിലാണെങ്കിൽ അത് ഞാൻ തെളിയിച്ചാൽ എനിക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാൻ അർഹതയുണ്ട്. അതാണ് അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം. നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകളും എല്ലാം ഇതോടൊപ്പം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പിന്നെ അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ആജീവനാന്ത സർട്ടിഫിക്കറ്റാണ്. നേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ തന്നെയാണ്, ആജീവനാന്ത സർട്ടിഫിക്കറ്റാണ്. അത് പിന്നീട് മാറ്റമൊന്നും വരുന്നില്ല. എങ്കിലും ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് എടുക്കാം. നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാലും വീണ്ടും എടുക്കാമല്ലോ. അതേപോലെ ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റാണ്. ഇത് കൂടുതലായിട്ടും ഈ പ്രതിരോധ സേനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്താണ് കൂടുതൽ ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യം വരുന്നത്. കേരളത്തിൽ ജനിച്ച് വളർന്ന ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ്. ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പിന്നെ ഇതും ആജീവനാന്ത സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ ജനിച്ചു വളർന്നു എന്നൊക്കെ കാണിക്കുന്ന രേഖകളെല്ലാം ഇതോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ടതാണ്. ഇനി വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ്, അതായത് വ്യത്യസ്ത രേഖകളിൽ കാണുന്നയാൾ ഒന്ന് തന്നെയാണ് എന്ന സാക്ഷ്യപത്രം. വ്യത്യസ്ത രേഖകളെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ SLC ബുക്കിൽ നമ്മുടെ പേര് രാജീവ് പി, എന്നാൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ രാജീവ് പ്രസാദ് ഇങ്ങനൊരു പേര്. അപ്പോൾ രാജീവ് പിയും രാജീവ് പ്രസാദും ഒരാളാണ് എന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ രാജീവ് പി എന്നത് ഒരാളാണെന്ന് തെളിയിക്കണം. അപ്പോൾ 2 രേഖകളിലും ഉള്ളതും ഒരാളാണ് എന്ന് തെളിയിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സാക്ഷ്യപ്പെടുത്തലാണ് വൺ ആൻഡ് ദി സെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. രണ്ടും ഒരാൾ തന്നെ. രണ്ടെന്ന് വെച്ചാൽ 2 എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. വിവിധ ഡോക്യുമെൻറ്റുകളിൽ കാണുന്നത് ഒരാളാണ് എന്ന ഒരു സാക്ഷ്യപത്രമാണ് ഇവിടെ നൽകുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 രേഖകളും ഒപ്പം അപേക്ഷയോടൊപ്പം കൊടുക്കണം. ഏതാണ് നമുക്ക് വേണ്ടത് അത് കറക്റ്റായിട്ട് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അതിലുണ്ടാവണം. 5 ദിവസത്തിനകം, അപേക്ഷിച്ച് 5 ദിവസത്തിനകം ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതും ഒരു ആജീവനാന്ത സർട്ടിഫിക്കറ്റാണ്. അടുത്തത് തിരിച്ചറിയൽ സാക്ഷ്യപത്രമാണ്. തിരിച്ചറിയൽ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആധാർ ഉണ്ടാവില്ല, ഇലക്ഷൻ ID കാർഡ് കാണില്ല, പാസ്പോർട്ട് കാണില്ല, മറ്റ് രേഖകളൊന്നും തന്നെ കാണില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോൾ, വിവിധ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവരെ തിരിച്ചറിയണ്ടേ? തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിലെ അടയാളങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരു അതോറിറ്റി മുൻപാകെ ഹാജരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടയാളങ്ങളെന്ന് പറയുമ്പോൾ അടയാളങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ കാണിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം അടയാളങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ അപേക്ഷയിൽ. അപ്പോൾ ഒരു പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അടയാളങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിന് കാലാവധിയുണ്ട്. 10 വർഷത്തിൽ കൂടുതൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല നിലവിലെ വ്യവസ്ഥ പ്രകാരം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചില അടയാളങ്ങൾ, ചില മറുകുകളൊക്കെ, ഇപ്പോൾ നമ്മുടെ ഈ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചില മറുകുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് ഉള്ള വലിയ ഒരു മുറിവ് വന്ന പാട്, ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അടയാളമായിട്ട് അവർ കൊടുക്കുന്നത്. അതൊരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റം വരാം, അല്ലെങ്കിൽ മാറ്റം വന്നേക്കാം എന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിന് 10 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് തിരിച്ചറിയൽ സാക്ഷ്യപത്രം എന്ന് പറയുന്നത്. അടുത്തത് ജീവിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യപത്രം. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഒരു അതോറിറ്റി മുമ്പാകെ നമുക്ക് പോയി പറയണം. അപ്പോൾ അവർ പറയുന്നു ഇല്ല, നിങ്ങൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയണമെങ്കിലും
അതിന് വില്ലേജ് ഓഫീസർ വേണം. അത് ലാൻഡ് റവന്യൂ എന്നാണ് ആ സർട്ടിഫിക്കറ്റും കിട്ടുന്നത്. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുന്നു ഒരു സർട്ടിഫിക്കറ്റ്, അതൊരു ചില അതോറിറ്റി മുമ്പാകെയൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് പെൻഷൻ്റെ ആവശ്യത്തിനൊക്കെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാറുണ്ട്. ഇതിന് പക്ഷേ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ നമ്മൾ ചെല്ലേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ അവിടെ ഇരുന്നാൽ പോരാ. നമ്മൾ വില്ലേജ് ഓഫീസർ മുമ്പാകെ അല്ലെങ്കിൽ അധികാരി മുമ്പാകെ ഹാജരായി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണം. അപ്പോൾ അവിടെയും ഈ കിടപ്പ് രോഗികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അവരെയൊക്കെ പോയി അന്വേഷണം നടത്തും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റും അപേക്ഷിച്ച് 5 ദിവസത്തിനകം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ താമസ സ്ഥലം, നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന രേഖകൾ, ഇതെല്ലാം വെച്ചിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷിച്ച് 5 ദിവസത്തിനകം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം തെളിയിക്കുന്നതിനുള്ള ഒരു തെളിയിക്കുക എന്ന് പറഞ്ഞാൽ രക്തബന്ധം അല്ലെങ്കിൽ ഇന്ന ബന്ധം, വിവാഹബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബന്ധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്. ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇന്നയാൾ എൻ്റെ ഭർത്താവാണ്, ഇന്നയാൾ എൻ്റെ ഭാര്യയാണ്, ഇന്നയാൾ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഇന്നയാളിൻ്റെ മകനാണ് ഇന്നയാൾ എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റേഷൻ കാർഡ്, പാസ്പോർട്ട്, തിരിച്ചറിയൽ രേഖകൾ, അങ്ങനെയുള്ള പല പല രേഖകളും കൊടുക്കണം അപേക്ഷയോടൊപ്പം. അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രത്യേക ആവശ്യം എന്ന് ഞാൻ പറയുന്നത്, ചില അതോറിറ്റി മുമ്പാകെ അവർ ചോദിക്കും, പിന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ നമുക്ക് വയ്ക്കാം. അല്ലാതെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ആജീവനാന്തം വയ്ക്കണമെന്നൊന്നുമില്ല. ആജീവനാന്ത ബന്ധം രക്തബന്ധം മാത്രമാണ്. മറ്റു ബന്ധങ്ങൾ ചിലപ്പോൾ ആജീവനാന്തം ആയിരിക്കില്ല. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ആജീവനാന്തം ആകണമെന്നില്ല. അടുത്തത് വിധവ അല്ലെങ്കിൽ വിഭാര്യനാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അത് നമുക്കറിയാം, ഈ സ്ത്രീകൾ ഈ വിധവ പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു പെൻഷനുണ്ട്. അപ്പോൾ അവിടെ ഈ കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എങ്കിലും വിഭാര്യനാണെന്നുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിഭാര്യനാണ് ഇദ്ദേഹം എന്ന് വെച്ചാൽ വിഭാര്യനാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇയാളുടെ ഭാര്യ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു, ഇന്നേ ദിവസം വരെ, നാളിതുവരെ ഇയാൾ മറ്റൊരു ആളെ വിവാഹം ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിയമപരമായി പുനർവിവാഹം നടത്തിയിട്ടില്ലാത്ത ഒരാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ വിധവ അല്ലെങ്കിൽ വിഭാര്യൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് മരണ സർട്ടിഫിക്കറ്റ് ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷയോടൊപ്പം മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, പിന്നെ തിരിച്ചറിയൽ രേഖകൾ കൊടുക്കണം, മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടി ലഭ്യമാണെങ്കിൽ അതും കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ സർട്ടിഫിക്കറ്റും അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് കിട്ടും. ഇത് പ്രത്യേക ആവശ്യത്തിന് നമുക്ക് വീണ്ടും എടുക്കാം. അപ്പോൾ ഒരു അതോറിറ്റി മുമ്പാകെ ഒരു ഭാര്യയ്ക്ക്, അതായത് ഒരാൾ ഭർത്താവ് മരണപ്പെട്ടു, അവർക്ക് വിധവാ പെൻഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് ചെയ്യേണ്ട അന്നേരം കിട്ടും. ഇനി മറ്റേതെങ്കിലും ആനുകൂല്യം എന്ന് പറയുന്നത് ഈ വിധവകളായ സ്ത്രീകളുടെ പെൺമക്കൾ ഒരു ധനസഹായം എന്ന് പറഞ്ഞിട്ട്, വിധവകൾ എന്ന് വെച്ചാൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ മക്കൾക്ക്, പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം 50,000 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ അതത്ര ഓർമ്മയില്ല. അത് ആ ഒരു ധനസഹായം, അതിന് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ആ ഒരു സാഹചര്യത്തിൽ ഹാജരാക്കണം. പുനർവിവാഹം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിധവ വിഭാര്യൻ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് 5 ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അപേക്ഷകൻ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. പഞ്ചായത്തിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അതായത് ഒരു വീട്ടിൽ അവിടെ താമസിക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് ഇത് സ്ഥിരതാമസമാണ്. ഒരു സ്ഥലത്ത് കഴിഞ്ഞ 6 മാസമായി, സ്ഥിരതാമസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ,
6 മാസമോ അതിലധികമോ ആയി സ്ഥിരമായി ഒരിടത്ത് താമസിക്കുന്നയാളെന്നാണ്. അപ്പോൾ ഇവിടെ എക്സംഷൻ ഉള്ളതെന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ പഠനത്തിൻ്റെയോ ജോലിയുടെയോ ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ സ്ഥിരതാമസം എന്ന ഗണത്തിൽ നമ്മൾ പെടുത്തില്ല. അതാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ച് 3 ദിവസത്തിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അവർ താമസിക്കുന്ന രേഖ, അതായത് റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അവരുടെ തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയെല്ലാം ഈ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. ഓരോ ആവശ്യത്തിനും പ്രത്യേകമായിട്ടാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, ആശ്രിതനാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. ആശ്രിതൻ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല, ഞാൻ മറ്റൊരാളിൻ്റെ ആശ്രയത്തിലാണ് കഴിയുന്നത്. അയാളുടെ ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് ഈ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായി വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളായ മറ്റൊരാളെ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റൊരാളിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് രേഖപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഈ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, അതായത് ആശ്രിതനാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ അപേക്ഷകൻ്റെയും കുടുംബങ്ങളുടെയും വരുമാനം, തൊഴിൽ, സാമ്പത്തിക അവസ്ഥ, ആശ്രയത്വം എന്നിവ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളെല്ലാം ഈ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. കൂടാതെ ഒരു സത്യവാങ്മൂലം കൊടുക്കണം. പിന്നെ അന്വേഷണം നടത്തുമ്പോൾ അയൽസാക്ഷി മൊഴിയും, ഈ പറഞ്ഞയാൾ ആശ്രിതനാണോ എന്ന് വില്ലേജ് ഓഫീസർ ഒന്ന് ഉറപ്പുവരുത്തും. എന്നിട്ട് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് നൽകത്തുള്ളൂ. അപ്പോൾ അപേക്ഷിച്ച് 3 ദിവസത്തിനകത്ത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പിന്നെ കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഒരാൾ മരണപ്പെട്ടു, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് തുകയുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആനുകൂല്യം അയാൾക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിവിധ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ആ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് രേഖപ്പെടുത്തി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ 6 ദിവസം ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ കാലാവധി. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറയുന്നത് ഇത് സേവനാവകാശ നിയമപ്രകാരമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ നൽകി ഇത്ര ദിവസത്തിനകം അത് തന്നിരിക്കണമെന്ന് നിയമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ അത് ലഭ്യമാകും എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ 3 വർഷത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കാം. ഇനി അത് 3 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കൊരാവശ്യം വരുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, പകരം മറ്റൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അനന്തര അവകാശികൾ ആരൊക്കെയാണ്, അയാളുടെ നിയമപരമായിട്ടുള്ള അവകാശികൾ. ഈ അവകാശികളെ നിർണ്ണയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംവിധാനം തന്നെ നിലവിലുണ്ട്. അതിപ്പോൾ ഒരു ക്ലാസ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അത്തരം അവകാശികളെ നിർണ്ണയിച്ച് അതൊരു വലിയ പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 3 മാസമെങ്കിലും ഒക്കെ എടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് വിവിധ സ്ഥലങ്ങളിൽ നോട്ടീസ് പതിപ്പിക്കുക, ഗസറ്റിൽ പരസ്യം ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഗസറ്റിലെ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ അത് തരുന്നത് തഹസിൽദാരാണ്, വില്ലേജ് ഓഫീസറല്ല. വില്ലേജ് ഓഫീസർ അതിനകത്ത് അന്വേഷണമൊക്കെ നടത്തത്തേ ഉള്ളൂ, അയൽസാക്ഷി മൊഴിയൊക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഈ അയൽസാക്ഷി മൊഴിയും മരണപ്പെട്ടയാളിൻ്റെ ഡീറ്റെയിൽസ്, അതായത് മരണ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചറിയൽ രേഖകൾ, റേഷൻ കാർഡ്, അങ്ങനെയുള്ള വിവിധ രേഖകൾ നിങ്ങൾ അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു കാലാവധി, അതായത് ഇന്ന ദിവസത്തിനകം ലഭിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, മിനിമം ഒരു 3 മാസമൊക്കെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. കാരണം അത് അത്രയും പ്രോസസ്സാണ്. 30 ദിവസം നോട്ടീസ് നടത്തി, നോട്ടീസ് പ്രദർശിപ്പിച്ച്, അതായത് പഞ്ചായത്തിലും വില്ലേജിലും ഏതെങ്കിലും ഒരു സ്ഥലത്തുമൊക്കെ നോട്ടീസ്, അതായത് ഇന്ന ആൾക്കാർ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്, ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് പതിപ്പിക്കും. എന്നിട്ട് ആരും ആക്ഷേപം ഹാജരാക്കിയില്ല എന്ന് ആ സ്ഥാപന മേധാവി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും വന്ന് പിന്നെ ഗസറ്റിൽ പരസ്യം ചെയ്യും. എന്നിട്ടൊക്കെയാണ് ഈ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഗസറ്റിലും പരസ്യം ചെയ്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ട് ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നയാൾ അനന്തരാവകാശികളാണ് എന്ന് പ്രഖ്യാപിച്ച് അവർക്ക് തരുന്ന സർട്ടിഫിക്കറ്റാണ് ഈ ലീഗൽ ഹാർഡ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇനി അടുത്തത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കേന്ദ്ര സർക്കാർ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിൽ വരുന്നയാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകുമ്പോഴത്തേക്ക് ഇത് ഈ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് താമസം എന്നിവ തെളിയിക്കുന്ന എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ്. തഹസീൽദാരാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, വില്ലേജ് ഓഫീസറല്ല. തഹസീൽദാരാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിലേക്കൊക്കെ ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. അഗതി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അഗതി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ആസ്തികളോ വരുമാനമോ ജീവനോപാധികളോ ഒന്നുമില്ല, അത്തരക്കാർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് അഗതി സർട്ടിഫിക്കറ്റ്. എന്നാൽ ഈ ജീവനോപാധികളൊന്നും ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുക മാത്രമല്ല, അത് ലഭിക്കാൻ ഇവൻ അർഹനാണ് അല്ലെങ്കിൽ ഈ അപേക്ഷകൻ അർഹനാണ് എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. അതായത് ഒരാൾ അഗതിയാണെന്ന് പറയുന്നു, ഒപ്പം തന്നെ ആ അഗതികൾക്ക് എന്തെങ്കിലും ആനുകൂല്യമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ കൂടി ഇയാൾ അർഹനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ അഗതി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാകാത്ത അനാഥരും എന്നാൽ അനാഥരല്ലാത്തവരും സംരക്ഷണം നൽകേണ്ടവർ സംരക്ഷണം നൽകാനാവാത്ത വിധം മാനസികമായും ശാരീരികമായും ഒക്കെ വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയിലുള്ള ആൾക്കാരും അടങ്ങിയിട്ടുള്ളവർക്ക് പറ്റും. അതായത് ഇപ്പോൾ ഒരു കുട്ടി അതിന് അഗതി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അഗതി ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. പക്ഷേ ആ കുട്ടി അനാഥനല്ല, അവരുടെ മാതാപിതാക്കളുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും ഈ കുട്ടിയെ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം അവർക്ക് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടെന്ന് പറയുന്നതല്ല, അവർക്ക് ഒരു രീതിയിലും അവർ ശരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും വെല്ലുവിളി നേരിടുന്നവരാണ്. എങ്കിൽ അത്തരക്കാർക്ക് കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഈ പറഞ്ഞ അഗതി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സ്ഥലവും സ്വന്തമായിട്ട് വരുമാനവും ഇല്ലെന്നുണ്ടെങ്കിൽ അഗതി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ തെളിയിക്കുന്ന രേഖ ഈ അപേക്ഷ നൽകുമ്പോൾ അതിനോടൊപ്പം വെക്കേണ്ടതാണ്. അപേക്ഷിച്ച് 5 ദിവസത്തിനകത്ത് അഗതി സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷമാണ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. 3 വർഷം എന്ന് വെച്ചാൽ ഒരാൾ അഗതിയാണ്, അയാൾക്ക് ആനുകൂല്യം ലഭിക്കണം എന്നുള്ളത് 3 വർഷം കൊണ്ട് ചിലപ്പോൾ മാറാം എന്നതുകൊണ്ടാണ് ആ 3 വർഷം കാലാവധി ഗവൺമെൻറ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അടുത്തത് ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സമുദായ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഉദ്യോഗ സംവരണത്തിനും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ട് വിവിധ കുട്ടികളും പഠിതാക്കളും എല്ലാം തങ്ങൾ ഇന്ന വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അവർക്ക് സംവരണത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവർ അതാത് കാസ്റ്റിൽ അല്ലെങ്കിൽ അതാത് വിഭാഗത്തിൽ, അതായത് സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ജാതി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിൽ പട്ടികജാതി സർട്ടിഫിക്കറ്റ്, പട്ടികവർഗ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ അധികാരപ്പെട്ടത് തഹസീൽദാരാണ്. അപ്പോൾ ഇത് ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ അപേക്ഷിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഒന്നാണ് ജാതി സർട്ടിഫിക്കറ്റ്. മറ്റൊന്ന് വരുമാന സർട്ടിഫിക്കറ്റാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജാതി സർട്ടിഫിക്കറ്റ് ഒരുപാടുണ്ട്, ഒരുപാട് ജാതികൾ. നമ്മളിന്ന് കേരളത്തിൽ തന്നെ നിലവിൽ ഒരുപാട് ജാതികളുണ്ട്.
അതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പം ഈ ഒരു ലിമിറ്റഡ് ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് മറ്റൊരു സാഹചര്യത്തിൽ പറയാം. പിന്നെ കൂടാതെ ഞാനിവിടെ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുകയോ. ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധിയും 3 വർഷമാണ്. സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി 3 ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. 3 ദിവസമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ഒരു കാലാവധി. അത് 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷ ന്യൂനപക്ഷമാണ് എന്ന് രേഖപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അതിർത്തി ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ തമിഴ് അല്ലെങ്കിൽ കന്നഡ ഈ ഭാഷ ആയിരിക്കുകയും ഈ കുട്ടിയുടെ സെക്കൻഡ് ലാംഗ്വേജ് ഈ പറയുന്ന ഏതെങ്കിലും ലാംഗ്വേജിലായിരിക്കുകയും ചെയ്താൽ അത്തരക്കാർക്ക് കൊടുക്കുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ് എന്നുള്ളത് വെച്ച് അത് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അവർ മലയാളികളാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിനകത്തുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറും സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തഹസീൽദാരുമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിലെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കൊക്കെ ഇതിന് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ സംവരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിൽ നിന്നും പുറകിലേക്ക് 1 വർഷം വരെ ഉള്ള വരുമാനമാണ് അവിടെ കണക്കാക്കുന്നത്. ഇത് കുടുംബ വാർഷിക വരുമാനമാണ് വരുമാന സർട്ടിഫിക്കറ്റിനകത്ത് കണക്കാക്കുന്നത് സാധാരണ രീതിയിൽ. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തിയുടെ വരുമാനവും ഇത്തരം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, അയാൾക്കുള്ള ഒരു വരുമാനം, അതായത് ഒരു വർഷത്തെ വരുമാനം, കഴിഞ്ഞ ഒരു വർഷത്തെ വരുമാനം നമ്മൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്ന ഡേറ്റിന് തൊട്ട് മുൻപുള്ള ഒരു വർഷത്തെ, അതിന് പിന്നിലോട്ടുള്ള ഒരു വർഷത്തെ വരുമാനമാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റിന് നമ്മൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിനോട് കൊടുക്കേണ്ട വിവരങ്ങളെന്ന് പറയുന്നത് അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ്, തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയ വിവരങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിര സർട്ടിഫിക്കറ്റ് അല്ല. ഓരോ ആവശ്യത്തിനും നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റായിട്ട് കൊടുക്കാം. ഇത് സ്ഥിര സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ചിലപ്പോൾ ഇയാളുടെ വരുമാനം മാറിയേക്കാം. അതുകൊണ്ട് ഇത് സ്ഥിര സ്വഭാവമുള്ളൊരു സാക്ഷ്യപത്രം അല്ല. ഇതിൽ മറ്റൊരു കാര്യം, വരുമാനം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പ്രൊസീജിയറാണ്. അത് വില്ലേജ് ഒഫീഷ്യൽസിനാണ് അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തം വരുന്നത്, അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. അതുകൊണ്ട് അത് വരുമാനം നിശ്ചയിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ക്ലാസ്സായിട്ട് തന്നെ നമുക്കത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇനി മറ്റൊരു സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അതായത് SC/ST വിഭാഗങ്ങളിൽപ്പെടാത്ത മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. ഇവരൊക്കെ ക്രീമി ലെയർ പരിധിക്ക് പുറത്താണ്, എന്നുവെച്ചാൽ ക്രീമി ലെയർ അല്ല എന്ന് കാണിക്കുന്നത്. അതാണ് നോൺ ക്രീമി ലെയർ എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ ഉന്നത സ്ഥാനമോ അതിസമ്പന്നരോ അല്ലെന്നും സംവരണ ആനുകൂല്യങ്ങൾക്ക് ഇവർ പ്രാപ്തരാണെന്നും അല്ലെങ്കിൽ ഇവർക്ക് അവകാശമുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ കോഴ്സുകളിലേക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിലെ തന്നെ വിവിധ കോഴ്സുകളിലേക്കും, ഇപ്പോൾ എൻട്രൻസ് പോലുള്ള ഇതിലൊക്കെ നോൺ ക്രീമി ലെയർ കൊടുക്കാറുണ്ട്. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുമ്പോൾ നമ്മൾ ക്രീമി ലെയർ ആണോ അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ ആണോ, ഇതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആവശ്യമില്ലാതെ ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കേണ്ടതില്ല. നമ്മൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രം അതിന് അപേക്ഷ കൊണ്ട് കൊടുത്താൽ മതി. അല്ലാതെ അപേക്ഷ കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ
അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ പിന്നെ ഒന്നും പറയാൻ പാടില്ല. കാരണം ഈ പ്രോസസ്സ് നിശ്ചയിക്കുന്നതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ആ മാനദണ്ഡങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ്. അതും ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് പ്രധാനമായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെയിനായിട്ട്. കുറേ സർട്ടിഫിക്കറ്റുകൾ ഇനിയുണ്ട്, പിന്നെ പ്രധാനമായിട്ട് നൽകി വരുന്ന ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഡെമോയിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് edistrict.kerala.gov.in എന്ന വെബ്സൈറ്റ്. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ പോർട്ടൽ. ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് കുറച്ചധികം സർവീസുകളുണ്ട്. ആപ്ലിക്കേഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ സർട്ടിഫിക്കറ്റ് സർവീസ്, സർട്ടിഫിക്കറ്റിൻ്റെ ടൈപ്പ്, ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ. ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ കിട്ടുന്നതാണ്. കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ അതിനകത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസറുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് എത്തുകയാണെങ്കിൽ അത് വാലിഡ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ രണ്ട് സംവിധാനമാണ് നോർമലായിട്ട് അതിനകത്തുള്ളത്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഇതിൽ രണ്ട് ലോഗിൻ ഉണ്ട്, ഒന്ന് പോർട്ടൽ യൂസറും മറ്റൊന്ന് ഒഫീഷ്യൽ യൂസറും. ഇപ്പോൾ പോർട്ടൽ യൂസർ എന്ന് പറഞ്ഞാൽ ന്യൂ പോർട്ടൽ യൂസർ ക്രിയേഷൻ, അതായത് പുതിയതായിട്ടൊരു പോർട്ടലിന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു ലോഗിൻ ഇതിനകത്ത് എടുക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയറാണ്. അതെല്ലാവരും ലോഗിൻ എടുക്കുക. എനിക്കിപ്പോൾ നിലവിലത് ലോഗിൻ ഉള്ളത് കൊണ്ട് ഞാൻ ആ ലോഗിനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പോർട്ടൽ യൂസറായിട്ട് വേണം ലോഗിൻ ചെയ്യാൻ. പാസ്വേഡും യൂസർ ഐ ഡി എല്ലാം കൊടുത്ത് ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ കൊടുക്കുക. പോർട്ടൽ യൂസറായിട്ട് വേണം ലോഗിൻ ചെയ്യാൻ. അപ്പോൾ പോർട്ടൽ യൂസറായിട്ട് ലോഗിൻ ചെയ്താൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ. അതായത് ആപ്ലിക്കൻറ്റിനെ എന്ത് ചെയ്യുക, ഇവിടെ വൺ ടൈമായിട്ട് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് വൺ ടൈം രജിസ്ട്രേഷൻ, ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ. പേരും നമ്മുടെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ്, വില്ലേജ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുക. അതാണ് വൺ ടൈം രജിസ്ട്രേഷൻ. അതൊരു പ്രൊസീജിയറാണ്. അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ്. അപ്ലൈ ഫോർ എ സർട്ടിഫിക്കറ്റ്, ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നോക്കുക. ഒന്നാമത്തത് ആപ്ലിക്കേഷൻ സെലക്ട്, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുക. സർട്ടിഫിക്കറ്റ് ടൈപ്പ് ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, സർട്ടിഫിക്കറ്റ് പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ്, ജനറൽ. ഞാൻ കുറച്ച് ഓടിച്ചൊന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം ഇന്ന് ഒരുവിധം എല്ലാവരും കമ്പ്യൂട്ടർ, നിങ്ങളൊക്കെ ഒരുപക്ഷെ കമ്പ്യൂട്ടർ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത്, ഇപ്പോൾ ലൈവ് സൈറ്റ് ആയതുകൊണ്ട് നമുക്കത് സർട്ടിഫിക്കറ്റ് വെറുതെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇത്രയും വിവരങ്ങളെല്ലാം ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ട് സേവ്, സബ്മിറ്റ് കൊടുത്ത് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് പേയ്മെൻറ്റിലേക്ക് പോവുക. അതും ഇവിടെ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പും ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റൂ. പേയ്മെൻറ്റ് നമുക്ക് നടത്താം. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ പരിശോധിക്കാം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ കൊടുത്ത ഡേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ്. നമുക്ക് പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാം. മൈ അക്കൗണ്ട് എടുത്തിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുത്താൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ്
ഞാൻ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധി നേരത്തെ ഒരു ക്ലാസ് നേരത്തെ ആദ്യത്തെ പോർഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി, ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ആ കാലാവധി വരെ അത് ഉപയോഗിക്കാം. മറ്റൊരു ഓഫീസിൽ കൊടുത്തെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമില്ല. കാരണം ഈ പ്രിൻ്റ് ഔട്ട് ആയതുകൊണ്ട് ഇത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയൊന്നുമില്ല. ആ നിശ്ചിത കാലാവധി വരെ നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അതുകൊണ്ട് ഓരോരോ ആവശ്യം വരുമ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിന് പോകാതെ പരമാവധി നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൃത്യമായ കാലാവധി ഉള്ള ആ സമയം വരെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്തു നോക്കുക. നന്ദി, നമസ്കാരം.